ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ ഈ ദിവസം വളരെ സുന്ദരമായ ദിവസം തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും ഈ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശബ്ദത്തിന് ഒരല്പം വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരല്പം വ്യത്യാസത്തിലിരിക്കുകയാണ്. എങ്കിലും വചനം പഠിക്കുന്നത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വചനം പഠിക്കുക, അത് ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. ആദ്യത്തെ കാര്യം വചനം പഠിക്കുക, മറ്റുള്ളവയെല്ലാം പിന്നീട്. അതുകൊണ്ട് നമ്മൾ 1-ാം തീയതി മുതൽ പഠിച്ച വചനം 9-ാം തീയതി വരെ പഠിച്ച വചനങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഇന്ന്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, 1-ാം തീയതി നാം പഠിച്ച വചനം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 15 7-ാം വചനമായിരുന്നു. അതിതാണ്: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. 2-ാം തീയതി നാം പഠിച്ച വചനം കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. വചനം ഓർക്കുന്നുണ്ടോ? സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 4-ാം വാക്യമായിരുന്നു. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഇനി 3-ാം തീയതി നാം പഠിച്ച വചനം മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 33-ാം വാക്യമായിരുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും, നിങ്ങൾക്ക് ലഭിക്കും. 4-ാം തീയതി നാം പഠിച്ച വചനം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. വചനം ഇതാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 13-ാം വചനമാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. 5 മുതൽ 9-ാം തീയതി വരെ നാം പഠിച്ചത് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 2, 3, 4, 5, 6, 7, 8 വചനങ്ങളാണ്. അതായത് 2 മുതൽ 8 വചനങ്ങളാണ് നാം പഠിച്ചത്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനമാണ് 1-ാം അധ്യായം. അതിങ്ങനെയാണ്: എൻ്റെ സഹോദരൻ, നമ്മൾ 5-ാം തീയതി പഠിച്ച വചനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ സഹോദരരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അതാണ് നാം 5-ാം തീയതി പഠിച്ച വചനം. അതിനോട് തൊട്ട് താഴെ 4-ാം വചനമായിരുന്നു 6-ാം തീയതി പഠിച്ചത്. ഈ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരാവുകയും ചെയ്യും. അതാണ് നമ്മൾ 6-ാം തീയതി പഠിച്ചത്. 7-ാം തീയതി നാം പഠിച്ചത് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. അതായിരുന്നു 7-ാം തീയതി നാം പഠിച്ച വചനം. 8-ാം തീയതി ദൈവത്തോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് 8-ാം തീയതി നാം പഠിച്ചത് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം നമ്മൾ ചോദിക്കാൻ. എങ്ങനെ ചോദിക്കണം? വിശ്വാസത്തോടെ വേണം നമ്മൾ ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. 8-ാം തീയതി അങ്ങനെയാണ് നാം പഠിച്ചത്. ഇനി അടുത്തത് വളരെ സുന്ദരമാണ്. എനിക്കതുകൊണ്ടാണ് അത്രയും ഭാഗം നിങ്ങളോട് പറയണമെന്ന്, ആ വചനങ്ങൾ പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 9-ാം തീയതി നാം പഠിച്ചത് സംശയമനസ്കനും, ഓർക്കുന്നുണ്ടോ? സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. അതുകൊണ്ട് സംശയിക്കാതെ വിശ്വാസത്തോടെ കർത്താവിനോട് ജ്ഞാനം ചോദിക്കുക. അതോടൊപ്പം നമുക്ക് സകലതും, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പഠിച്ച വചനങ്ങൾ അതിനോട് ഒപ്പം ചേർന്ന് നിൽക്കുന്നവയാണ്. സംശയിക്കാതെ വിശ്വാസത്തോടെ എനിക്കിത് ലഭിക്കും, എൻ്റെ ദൈവം എനിക്ക് നൽകും, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഈ വചനങ്ങൾ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ പഠിക്കുക. ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.